ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കട്ടിങ്സ് ഓൺലൈനായിട്ട് വാങ്ങിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നട്ടു കൊടുക്കുന്നത് ഞാൻ എങ്ങനെയാണ് നട്ടു കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇതിന് മുൻപ് ഈ രീതിയിൽ നട്ടിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ആദ്യം കുറച്ച് മണലെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് മണ്ണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മണലും കൂടി ചേർത്തിട്ടാണ് ഞാനിപ്പോൾ നട്ടു കൊടുക്കുന്നത്. ഇത് ഭയങ്കര കട്ടിയാണ് മണ്ണ്, അപ്പോൾ വെള്ളം വാർന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മണൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ മണലും മാത്രം മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു യൂഫോർബിയയുടെ കട്ടിങ്സ് നട്ടു കൊടുക്കുന്നത്. വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കളയണം. അതിനുശേഷം നമുക്ക് മണ്ണും മണലും ജസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് വാർന്ന് പോകണം കേട്ടോ, അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ, വേനൽക്കാലത്ത് ഇപ്പോൾ നമുക്ക് പിടിച്ച് കിട്ടും, മഴക്കാലം ആകുമ്പോഴേക്കും അതൊക്കെ അഴുകിപ്പോവും. എനിക്ക് നല്ലൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ ചെറിയ ഫ്ലവർ ആയിരുന്നു, യെല്ലോ കളറിൽ നിറച്ചും പൂക്കൾ തന്നുകൊണ്ടായിരുന്നു കേട്ടോ. ഞാനത് രണ്ടാമത് റീപോട്ട് ചെയ്തു. ചെറിയ ചട്ടിയിലായിരുന്നു ഞാൻ നട്ടത്, അപ്പോൾ അത് വലിയ ചെടിയായി. അപ്പോൾ ഞാനതിനെ റീപോട്ട് ചെയ്തതിന് ശേഷം അതെനിക്ക് നശിച്ചു പോയി കേട്ടോ. കാരണം ഞാൻ റീപോട്ട് ചെയ്തതിൽ വെള്ളം അങ്ങനെ നന്നായിട്ട് വാർന്നു പോകുന്നുണ്ടായിരുന്നില്ല, മണൽ കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് അത് നശിച്ചു പോയത്. വെള്ളം കെട്ടി നിന്നിട്ട് അത് അഴുകിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം നട്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ മണ്ണും മണലും ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന് കട്ടിങ്സ് ആയതുകൊണ്ട് വളങ്ങളൊന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇത് പിടിച്ച് കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം നമ്മൾ വളങ്ങൾ കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയ പോട്ടിൽ നമുക്ക് ഇങ്ങനെ മണ്ണ് ഒന്ന് നിറച്ച് കൊടുക്കാം. ഇത്രയും നിറച്ച് കൊടുത്താൽ മതി കേട്ടോ. കുറച്ചൊന്ന് ഗ്യാപ്പ് വിടുക. അതുപോലെ കുറച്ച് ചട്ടികൾ ഞാൻ എടുത്തിട്ടുണ്ട്. കട്ടിങ്സ് ഓരോ കട്ടിങ്ങും ഓരോ ചട്ടിയിൽ നടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ചട്ടികളിൽ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പോട്ടുകളിലൊക്കെ മണ്ണ് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 9 പോട്ടുകളിൽ, കുഞ്ഞു കുഞ്ഞു പോട്ടാണിത്, ഇത് ഇത്രയേ ഉള്ളൂ. അതിൽ മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കട്ടിങ്സ്, ഇത് ഇപ്പോൾ 2 എണ്ണം ഒരു കളറാണ്. അത് കുറച്ച് വലിയ കട്ടിങ്സാണ് കേട്ടോ. ഇത് രണ്ടും ഒരു വലിയ കട്ടിങ്സാണ്. അത് ഓരോരോ ചട്ടികളിൽ വീതം ഞാൻ നട്ടു കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ 2 എണ്ണം ചെറിയ കട്ടിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ചെറിയ കട്ടിങ് ഏത് കളറാണെന്നൊന്നും അറിയില്ല. ഞാൻ ഇപ്പോൾ ഒരു ചട്ടിയിൽ തന്നെ, ഇത് കുറച്ച് ഇതിനേക്കാളും കുറച്ച് വലിപ്പം കൂടിയ ചട്ടിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നട്ടു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ അത് നട്ടു, പിന്നെ ഒരു സൈഡിൽ ഈ ഒരു കട്ടിങ് നട്ടു കൊടുക്കുന്നുണ്ട്. അത് മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാണ്, മണലിട്ടതുകൊണ്ട്. അതുകൊണ്ട് അതിൽ തന്നെ കുത്തിയിട്ട് നടന്നുകൊണ്ട് കുഴപ്പമില്ല. കട്ടിയുള്ള മണ്ണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാ കട്ടിങ്സും ഇതുപോലെ തന്നെ ഒന്ന് നട്ടു കൊടുക്കാം. നട്ടിട്ട് ഷെയ്ഡിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. ഒട്ടും വെയിൽ തട്ടാത്ത സ്ഥലത്ത് വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. വെയിൽ ഇപ്പോൾ ഭയങ്കര വെയിലല്ലേ, ഇപ്പോൾ വെയിൽ കൊണ്ടാൽ ഇത് അവിടെ നിന്ന് അങ്ങനെ ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷെയ്ഡിൽ വെച്ച് കൊടുക്കണം. ഇനി ബാക്കിയുള്ളത് ഈ ഒരു 4 കട്ടിങ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് റബ്ബർ ബാൻഡ് എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നട്ടു കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ 8 പോട്ടുകളിലായിട്ട് അങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 9 പോട്ടുകളിലായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിലാണ് 2 എണ്ണം നട്ടു കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് ഇതുപോലെ നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നനച്ചതിന് ശേഷം ഇതിനെ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ചട്ടി ഫുള്ളായിട്ട് ഒന്ന്
വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളം നനവില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നട്ടിട്ട് ഞാനിത് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നടുന്ന രീതിയാണ് കാണിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.